ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 50-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 50-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 475 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 51. ശ്ലോകം 51 വായിക്കാം. ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാത കൃതലക്ഷണഃ. ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാത കൃതലക്ഷണഃ. നാമങ്ങൾ നോക്കാം. 11 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ധർമ്മഗുപ്പ്, ധർമ്മകൃത്, ധർമ്മി, സത്, സത്, സത്ത്, അസത്ത് രണ്ടും. സത്, അസത്ത്, ക്ഷരം, അക്ഷരം, അവിജ്ഞാത, സഹസ്രാംശു, വിധാത, കൃതലക്ഷണഃ. ഇങ്ങനെ 11 പേരുകൾ ഒന്നുകൂടെ പറയാം. ധർമ്മഗുപ്പ്, ധർമ്മകൃത്, ധർമ്മീ ഈകാരം, സത്ത്, അസത്ത്, ക്ഷരം, അക്ഷരം, അവിജ്ഞാത, സഹസ്രാംശു, വിധാത, കൃതലക്ഷണഃ. ഇങ്ങനെ 11 നാമങ്ങൾ. ഇനി ഓരോ നാമം എടുത്തിട്ട് നോക്കാം. ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാത കൃതലക്ഷണഃ. ആദ്യത്തെ നാമാണ് ധർമ്മഗുപ്പ്. ധർമ്മഗുപ്പ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സ്ഥാപിച്ച് രക്ഷിക്കുന്നവനാണ് ധർമ്മഗുപ്പ്. ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണെന്ന് ഭീഷ്മർ പറയുന്നുണ്ട്. ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് ഭഗവത്ഗീതയിൽ ബ്രഹ്മകർമ്മ സമാധി യോഗത്തിൽ സാധുക്കളെ രക്ഷിക്കുവാനും ദുഷ്ടരെ നശിപ്പിക്കാനുമായി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നുവെന്ന് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി മാത്രമാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഇല്ലാതെയാവുമ്പോൾ ഭഗവാൻ അവതരിച്ചവയെ നിലനിർത്തുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ധർമ്മഗുപ്പ്. അടുത്ത നാമം ധർമ്മകൃത്ത്. ധർമ്മമാർഗം അനുഷ്ഠിക്കുന്നവൻ. കൃത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നർത്ഥം. അപ്പം മഹാവിഷ്ണു സത്യവും ജ്ഞാനവും അനന്തവുമായ ആ സാക്ഷാൽ പരബ്രഹ്മാണ്. അതിനാൽ ധർമ്മമോ അധർമ്മമോ അദ്ദേഹത്തിന് ബാധകമല്ല. എങ്കിലും ലോക സംഗ്രഹാർത്ഥം, ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ധർമ്മം അനുഷ്ഠിക്കുന്നു ഭഗവാൻ. അവിടെ ശ്രൗതസ്മാർത്ഥ വിധി പ്രകാരം ഒരു വിധിയാണ്. യജ്ഞം, ദാനം, തപസ് എന്നിവ അക്കാലത്ത് ഭഗവാൻ അനുഷ്ഠിക്കുന്നതായി കാണുന്നുണ്ട് എന്ന് ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം തോന്നുന്നു. മമ വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവച എന്ന്. ആ ശ്ലോകം 3-ൽ ആണെന്ന് തോന്നുന്നു. 3-23 ഓർമ്മ. ഹേ പാർത്ഥ, മനുഷ്യരെല്ലാം എൻ്റെ മാർഗം പിന്തുടരുന്നു.
അതിനാലാണ് ഭഗവാൻ ധർമ്മകൃത്തായത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുക, അല്ലേ അർജുന, മനുഷ്യരെല്ലാവരും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു, അതുകൊണ്ടാണ് ഞാൻ ധർമ്മകൃത്തായത്. അതുകൊണ്ട് ഭഗവാന് ധർമ്മകൃത്ത് എന്ന് പേര്. അടുത്ത നാമം ധർമ്മീ, ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായവൻ. അപ്പം ഈ ജഗത്തിൻ്റെ ആധാരവും സത്തയും ശ്രീനാരായണനാവുന്നു. അപ്പോൾ എങ്ങനെയാണോ സമുദ്രത്തിന് തിരമാലയും വസ്ത്രത്തിന് നൂലും സ്വർണത്തിന് ആഭരണത്തിന് സ്വർണവും, അതുപോലെ ഭഗവാൻ എല്ലാ ലോകങ്ങൾക്കും അവയിലെ സർവ്വചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്നു. അതിനാൽ എല്ലാ ധർമ്മങ്ങളും ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്നു, അല്ലേ? ശരണാഗത രക്ഷകനാണ് ഭഗവാൻ. ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക, അതായത് ആര് ശരണം ചോദിച്ചു വന്നാലും അവരെ മടക്കി വിടില്ല. വിഭീഷണൻ ശരണം ചോദിച്ചു വന്നപ്പം എല്ലാവരും പറഞ്ഞു രാക്ഷസനാണ്, രാവണൻ്റെ അനിയനാണ്, അവനെ വിശ്വസിക്കാൻ പാടില്ല, ശരണം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഭഗവാൻ ശരണം കൊടുത്തു. അതാണ് ഭഗവാന്റെ ഇത്. അപ്പം ഭഗവാൻ ആരാണ്? ധർമ്മിയാണ്, ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായവൻ, ശരണാഗത രക്ഷകനാണ് ഭഗവാൻ. അതുപോലെ അടുത്ത നാമം സത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ കാലദേശാദികൾക്ക് അതീതമായത്. സൂര്യൻ, ചന്ദ്രൻ, ബ്രഹ്മാവ്, സമുദ്രം, എല്ലാ ദേവകളും മനുഷ്യരും എല്ലാ ചരാചരങ്ങളും നിലനിൽക്കുന്നത് മഹാവിഷ്ണു അവയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ദേശകാല വസ്തുക്കൾ ഈ സത്പുരുഷന് ബാധകമല്ല. അപ്പം യാതൊന്നിനാൽ ഇതെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അത് നാശമില്ലാത്തതാണെന്നറിയുക എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ. അവിനാശി തു തദ്വിദ്ധി ഏന സർവമിതം തതം എന്ന്. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തതം എന്ന് പറഞ്ഞാലോ, ദേശകാലങ്ങൾ, അതായത് യാതൊന്നിനാൽ ഇതെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അത് നാശമില്ലാത്തതാണ് എന്നറിയുക. അടുത്തത് ഛാന്തോക്യോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. സദേവ സോമേദ്യ അഗ്ര ആസീദേകമേവ ദ്വിതീയം എന്ന്. അതായത് ഇത് ശ്രീനാരായണൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ സൗമ്യനോട് ആദ്യം ഏകം മാത്രമായിരുന്നതും രണ്ടാമതൊന്നില്ലാത്തതുമായ സത്ത് മാത്രമായിരുന്നു എന്ന് അർത്ഥം. അടുത്ത നാമമാണ് നേരെ ഓപ്പോസിറ്റ് അസത്ത്, സത്തല്ലാത്തത്. മായയായ ഉപാധിയിൽ നിത്യമെന്ന് തോന്നിപ്പിക്കുന്ന പ്രപഞ്ചം തന്നെ അസത്ത് ആണ്. അപ്പോൾ ഇതിനെ അപരബ്രഹ്മം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ നാരായണൻ തന്നെയാണ് ഈ പ്രപഞ്ചം ആയിട്ട് തോന്നിപ്പിക്കുന്നത്. സ്വമായയാൽ പ്രകൃതിയിൽ അധിഷ്ഠിതനായി സംഭവിക്കുന്നതാണ് എന്നും താൻ നിത്യമായതും അതേസമയം നശ്വരമാകുന്നു എന്നും സത്തും അസത്തും ഞാൻ തന്നെയാണെന്നും ഭഗവാൻ പറയുന്നുണ്ട്. പ്രകൃതിയും സ്വാമധിഷ്ഠായ സംഭവാമ്യ ആത്മമായയ എന്ന് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ. 5-ആണോ 6-ആണോ ഓർമ്മയില്ല. അമൃതം ചൈവ മൃത്യുശ്ച സച്ചാഹമർജുന. ഇവിടെ 9-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ മുമ്പില്ലാത്തത് പ്രകാശിച്ച് മാറ്റങ്ങൾ വന്നില്ലാതായിത്തീരുന്നതാണ് ഈ പ്രപഞ്ചം എന്ന്. അതായത് എല്ലാം മിഥ്യയാണ്, വികാരങ്ങളെല്ലാം കേവലം നാമമാത്രമായ വാഗ്വിലാസമാകുന്നു എന്ന് ഛാന്തോക്യോപനിഷത്തും പറയുന്നുണ്ട്. വാചാരംഭണം വികാരോ നാമധേയമെന്ന്. അതുപോലെ തൈത്തിരീയോപനിഷത്തിൽ അസദ് വാ ഇതം അഗ്ര ആസീത്, ഇത് മുമ്പ് അസത്ത് തന്നെ എന്ന്. ജഗത്ത് ഉൽപ്പത്തിക്ക് മുമ്പ് ഇപ്പോൾ കാണുന്നതിന് വിപരീതമായി നാമരൂപങ്ങൾ അവ്യാകൃതങ്ങളായിരുന്ന ബ്രഹ്മമായിരുന്നു. അതിനാൽ സത്തും അസത്തും ഭഗവാൻ തന്നെ എന്നർത്ഥം. അടുത്ത നാമാണ് ക്ഷരം. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്.
അപ്പം മണൽക്കൂമ്പാരം എങ്ങനെയാണോ കാറ്റ് കൊണ്ട് കുറേശ്ശെയായി മണ്ണ് പറന്നു പോയിട്ട് നശിക്കുന്ന, അതുപോലെ ഈ ജഗത്തിൽ ബ്രഹ്മാവ് മുതൽ എല്ലാ സൃഷ്ടികളും ഉത്ഭവസ്ഥാനമായ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. അങ്ങനെ ഇല്ലാതെ ദൃശ്യമല്ലാതെ ആവുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ മായാധിഷ്ഠിതനായി പ്രപഞ്ചമായി തോന്നിക്കുന്നതിനാൽ ഭഗവാനെ ക്ഷരം എന്ന് വിളിക്കുന്നു. അടിസ്ഥാന നാശമില്ലാത്തതും പരമാത്മാവ് തന്നെ. അപ്പോൾ സമുദ്രമാണ് അതിലെ തിരമാലകൾക്ക് അടിസ്ഥാനമെന്ന് നമ്മളെ തോന്നിപ്പിക്കും അല്ലേ? തിരമാലകൾ സമുദ്രത്തിൻ്റെ അംശം തന്നെയാണ്. പക്ഷേ അവ സമുദ്രത്തിൽ നിന്ന് പല രൂപത്തിലും ഉത്ഭവിച്ച് അതിൽ തന്നെ ലയിക്കുന്നു. ഇപ്രകാരം തന്നെയാണ് പ്രപഞ്ചവും. കുറേ കാലം ഭഗവാനിൽ നിന്ന് വ്യക്തമായി സ്ഥിതി ചെയ്ത് ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. ഇനി ലോകത്തിലെ പരമപുരുഷനെ രണ്ടായി എടുക്കുന്നത് ക്ഷരമായ സർവഭൂതങ്ങളും കൂടസ്ഥനായ അക്ഷര പുരുഷനും എന്നാണ്. കൂടസ്ഥൻ യാതൊരു മാറ്റവുമില്ലാതെ നിത്യനായി അനാദിയായി നിലകൊള്ളുന്നു. ബ്രഹ്മം തന്നെയാണ് മഹാവിഷ്ണു. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന മഹാവിഷ്ണു തന്നെ എന്ന് ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. അക്ഷരം അടുത്തത്, ക്ഷരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അക്ഷരം ക്ഷരമല്ലാത്തത്, നശിക്കാത്തത് എന്നർത്ഥം. മാറ്റം അറിയണമെങ്കിൽ മാറ്റമില്ലാത്ത വേറൊന്ന് വേണം അല്ലേ? അപ്പോൾ ആ മാറ്റമില്ലാത്തത് പരബ്രഹ്മമാകുന്നു, അല്ലെങ്കിൽ അക്ഷരപുരുഷനാകുന്നു. അപ്പം എല്ലാത്തിനും കാരണമായി നിത്യവും അനശ്വരമായി മഹാവിഷ്ണു സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് അക്ഷരൻ. അപ്പോൾ കൂടസ്ഥോക്ഷര ഉച്യതേ എന്ന 480-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവരണ വിക്ഷേപ ശക്തിയായി മായാശക്തി കൊണ്ട് കൂടസ്ഥൻ സ്ഥിതി ചെയ്യുന്നു എന്ന്. യാജ്ഞവൽക്യൻ ഗാർഗിയോട് ബ്രഹ്മത്തെപ്പറ്റി പറയുന്നു ബൃഹദാരണ്യോപനിഷത്തിൽ. അല്ലയോ ഗാർഗി, ഇത് അക്ഷരമായ അത് തന്നെയാകുന്നു എന്ന്. ഏതദ്വൈ തദക്ഷരം ഗാർഗി ബ്രാഹ്മണോ അഭിവദന്തി എന്ന്. അടുത്ത നാമം അവിജ്ഞാത. അവിജ്ഞാത എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, വിജ്ഞാതനല്ലാത്തവൻ, അവിജ്ഞാതാവ്. വിശേഷണ ജ്ഞാനം ജ്ഞാതൻ, വിശേഷേണ ജ്ഞാതൻ, അതായത് അറിയുന്നവനാണ് ജീവാത്മാവായ വിജ്ഞാത. ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെല്ലാം ജീവന് മാത്രമേ ബാധമാകൂ. ദ്രഷ്ടാവുമായി പ്രവർത്തിച്ച് ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അവിദ്യയാലാണ് ഇത് തോന്നുന്നത്. കർത്തൃത്വം ഒന്നേ ഉള്ളൂ അല്ലേ? ജീവന് മാത്രമേ ഉള്ളൂ. അപ്പം സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിന് ഇതൊന്നും ബാധകമല്ല. അതിനാൽ വിഷ്ണു അവിജ്ഞാത ആണ്. ഇനി ബൃഹദാരണ്യോപനിഷത്തിലെ യാജ്ഞവൽക്യൻ മൈത്രിയയുടെ സംശയം തീർക്കുന്നുണ്ട്. ഈ മഹത്തായ ഭൂതം അന്തമില്ലാത്തതും യാതൊരു പരിമിതിയുമില്ലാത്തതും വിജ്ഞാനഘനവുമാകുന്നു എന്ന്. അപ്പോൾ ഇതം ഭൂതം അനന്തപാരം വിജ്ഞാനഘനയേവ. ഈ പരബ്രഹ്മം ദേഹങ്ങളിൽ നഖാഗ്രം വരെ പ്രവേശിച്ചിരിക്കുന്നു എന്നും ബൃഹദാരണ്യോപനിഷത്തിലുണ്ട്. സയേഷ ഇഹ പ്രവിഷ്ട ആനഖാകേന്ദ്രം ആനഖാഗ്രേഭ്യ എന്ന് പറഞ്ഞാൽ ജീവാത്മാവായി ഇങ്ങനെ പ്രവേശിക്കുന്നത് മായയാൽ ആവരണം വരിച്ച പരമാത്മാവ് തന്നെയാണ്. അത് വിജ്ഞാതാവും ഹൃദയഗുഹയിൽ സാക്ഷിയായിരിക്കുന്നതും മഹാവിഷ്ണു തന്നെ. അപ്പോൾ ആ മഹാവിഷ്ണു അവിജ്ഞാതാവുമാണ്. അപ്പം വിജ്ഞാതാവും അവിജ്ഞാതാവും രണ്ടും ഭഗവാൻ തന്നെ അല്ലേ? ക്ഷരവും അക്ഷരവും എങ്ങനെയാണോ അതേപോലെ. അടുത്ത നാമം സഹസ്രാംശുഹു.
ആയിരക്കണക്കിന് രശ്മികളുള്ളവൻ. ജ്യോതിസുകളെല്ലാം ഭഗവാന്റെ തേജസ്സിനാൽ മാത്രമാണ് ശോഭിക്കുന്നത്. ശ്രുതികളിലും സ്മൃതികളിലും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾ ഭഗവാന്റേത് തന്നെയാണ്. അതിനാൽ ഭഗവാൻ തന്നെയാണ് മുഖ്യ സഹസ്രാംശു. തൈത്തിരീയ ഉപനിഷത്തിൽ ബ്രാഹ്മണത്തിൽ യാതൊന്നിൻ്റെ തേജസ് കൊണ്ട് പ്രോജ്വലിതനായിട്ടാണ് സൂര്യൻ തപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏന സൂര്യസ്തപതി തേജസേത്ത, അതായത് ഏത് യാതൊന്നിൻ്റെ തേജസ് കൊണ്ടാണ് പ്രോജ്വലിക്കുന്നത്. അതിനെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് എല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്നു. ഭഗവത്ഗീതയിൽ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? യഥാദിത്യ ഗതാ തേജോ ജഗദ്ഭാസയതേയഖിലം യച്ഛഗ്നമസി യച്ഛഗ്ന തത്തേജോ വിദ്ധി മാമകം. ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം. ജഗത്ത് മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യനാൽ വരുന്ന തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലും കാണുന്ന തേജസ്സും എല്ലാം ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ കൂടാതെ ഭഗവാൻ ആദിത്യൻ സൂര്യനാരായണനാണല്ലോ. അതുകൊണ്ടും ഭഗവാൻ സഹസ്രാംശു. അടുത്ത നാമം വിധാത, വിശേഷേണ ധരിക്കുന്നവൻ. എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ഭഗവാന് താങ്ങ് സ്വന്തം മഹിമ തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ തൽസ്ഥാനത്ത് നിലനിർത്തുവാനായി ആദിശേഷൻ അഷ്ടദിഗ്ഗജങ്ങൾ, കുലപർവ്വതങ്ങൾ എന്നിവയെ ചുമതലപ്പെടുത്തി. അവയ്ക്കും താങ്ങായി ഭഗവാൻ തന്നെ വരാഹം, കൂർമ്മം, ആദിശക്തി എന്നീ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിധാത. കൃതലക്ഷണക, അടുത്ത നാമം കൃതലക്ഷണക, മാറിടത്തിൽ ശ്രീവത്സം ലക്ഷണമായിട്ടുള്ളവൻ എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം സജാതീയ വിജാതീയ അടയാളങ്ങൾ സൃഷ്ടികളിൽ ഉണ്ടാക്കിയവൻ. മൂന്നാമത്തെ അർത്ഥം ലക്ഷണങ്ങൾ അഥവാ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയവൻ. നാലാമത്തെ അർത്ഥം നിത്യസിദ്ധ അപ്പോൾ വൈരാഗ്യം, ഐശ്വര്യം, ധർമ്മം, യശസ്, ജ്ഞാനം ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ളവൻ കൃതലക്ഷണൻ. മാറിടത്തിൽ ശ്രീവത്സം എന്ന ലക്ഷണമുള്ളവൻ, സജാതീയ വിജാതീയ അടയാളങ്ങൾ സൃഷ്ടികളിൽ ഉണ്ടാക്കിയവൻ, ലക്ഷണങ്ങൾ അഥവാ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയവൻ, നിത്യസിദ്ധമായ ചൈതന്യത്തോടു കൂടിയവൻ, ഐശ്വര്യം, ധർമ്മം, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നിവ പൂർണ്ണമായുള്ളവൻ. ഇത് 6 ഭഗങ്ങളാണ്. ഈ 6 ഭഗങ്ങൾ തികഞ്ഞവൻ ഭഗവാൻ. ത്രിമൂർത്തികളിലെല്ലാം കൊണ്ടും മുന്തിയവൻ ആരാണെന്ന് അറിയാൻ പുറപ്പെട്ട ആ ഭൃഗു മഹർഷി ബ്രഹ്മാവും ശിവനും പരീക്ഷണത്തിൽ പരാജയപ്പെട്ടത് കണ്ട് പരീക്ഷിക്കാനായി ഭൃഗുവിൻ്റെ വരവുണ്ടെന്നറിയിച്ച് ഉറക്കം നടിച്ച് കിടന്ന മഹാവിഷ്ണു ലക്ഷ്മിയോടെ അങ്ങനെ ഉറങ്ങുന്ന പോലെ കിടക്കുകയായിരുന്നു. മാറിടത്തിൽ ചവിട്ടിയെന്നും ആ പാദമുദ്രയാണ് ശ്രീവത്സമെന്ന് മറുകുന്നും കഥയുണ്ട്. അപ്പം ഭഗവാന്റെ ലക്ഷണമാണ് ശ്രീവത്സം. ഇതിന് പുറമെ പീതവസ്ത്രം, കൗസ്തുഭരത്നം, മേഘവർണം, ശംഖ്, ചക്രം എല്ലാം, ഗരുഡവാഹനം, ശേഷാസനം എന്നിവയും ഭഗവാന്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നു. ഗരുഡപുരാണത്തിൽ ശ്രീവത്സത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട്. പ്രദക്ഷിണാവർത്ത വിചിത്രരോമ ശ്രീവത്സ സദ്ബിംബ ഭൂഷിതം. ശ്വേതാശതര ഉപനിഷത്തിൽ
പ്രദക്ഷിണ വർത്ത, അതായത് വിചിത്ര രോമ ശ്രീവത്സ ബിംബഭൂഷിതം എന്നൊക്കെ. ഇനി ഭഗവാന്റെ 6 ലക്ഷണങ്ങളും തികഞ്ഞവൻ ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ കൃതലക്ഷണ. അപ്പോൾ നമ്മുടെ 51 ശ്ലോകം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഒരു വാക്കിൽ അർത്ഥം ഒന്ന് നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം. ഈ ശ്ലോകത്തിൻ്റെ ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാത കൃതലക്ഷണ. ആദ്യത്തെ നാമം ധർമ്മഗുപ്പ്. ധർമ്മഗുപ്പ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രഭുവായി ധർമ്മരക്ഷണം നടത്തുന്ന അച്യുതൻ. രണ്ടാമത്തെ നാമം ധർമ്മകൃത്ത്, ധർമ്മമാർഗം അനുഷ്ഠിക്കുന്നവൻ. ധർമ്മീ മൂന്നാമത്തെ നാമം. ധർമ്മീ എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങളെ ധരിക്കുന്നവൻ. അടുത്ത നാമം സത്ത്. സത്തെന്ന് പറഞ്ഞാൽ നിത്യസത്യമായത്. അടുത്ത നാമം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അസത്ത്, അനിത്യമായ പ്രപഞ്ചത്തിൻ്റെ രൂപം ധരിക്കുന്നവൻ. അടുത്തത് ക്ഷരം. ക്ഷരം നാശമുള്ള ചരാചരങ്ങളായി ജന്മമെടുക്കുന്നവൻ. അടുത്തത് അക്ഷരം. നാശമുള്ള ചരാചരങ്ങളായി ജന്മമെടുക്കുന്നവൻ ക്ഷരം. അക്ഷരം നാശമോ മാറ്റമോ ഇല്ലാത്തവൻ, നേരെ ഓപ്പോസിറ്റ്. അവിജ്ഞാത, വിശേഷേണ അറിയുവാൻ സാധിക്കുന്നവൻ, സാധിക്കാത്തവൻ. അവിജ്ഞാത. വിജ്ഞാത എന്ന് പറഞ്ഞാൽ വിശേഷേണ അറിയുവാൻ സാധിക്കുന്നവൻ. അവിജ്ഞാത എന്ന് പറഞ്ഞാൽ വിശേഷേണ അറിയുവാൻ സാധിക്കാത്തവൻ. സഹസ്രാംശു, 1000കണക്കിന് രശ്മികളുള്ളവൻ. അടുത്ത നാമം വിധാത. വിധാത വിശേഷേണ ധരിക്കുന്നവനെന്നും ഭൂമിയെ താങ്ങുന്ന ആദിശേഷനെന്നും ദിഗ്ഗജങ്ങൾ, കുലപർവ്വതങ്ങൾ എന്നിവയെ കൂടി താങ്ങുവാൻ വരാഹം, കൂർമ്മം തുടങ്ങിയ രൂപമെടുത്തവനെന്നും. അടുത്ത നാമം കൃതലക്ഷണ. മാറിൽ ശ്രീവത്സം ലക്ഷണമായിട്ടുള്ളവൻ, നിത്യശുദ്ധമായ ചൈതന്യമുള്ളവൻ, ലക്ഷണങ്ങൾ അഥവാ ശാസ്ത്രങ്ങൾ നിർമ്മിച്ചവൻ, സൃഷ്ടികളിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ തിരിച്ചറിയാൻ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയവൻ, ഐശ്വര്യ സമ്പൂർണൻ. കൃതലക്ഷണ. ഇനി നമ്മൾക്കിതിൻ്റെ ടോട്ടൽ അർത്ഥം എന്നാണെന്ന് നോക്കാം. ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർ വൃഥാത കൃതലക്ഷണ. ധർമ്മത്തെ സ്ഥാപിച്ച് സംരക്ഷിക്കുന്നവനും ധർമ്മമാർഗം അനുഷ്ഠിക്കുന്നവനും ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായവനും കാലദേശാദികൾക്ക് അതീതമായ സത്തായിരിക്കുന്നവനും സത്യമെന്നു തോന്നിക്കുന്ന മായാപ്രപഞ്ചമായിരിക്കുന്നവനും നശിക്കുന്ന ബ്രഹ്മാദികളായിരിക്കുന്നവനും നാശമോ മാറ്റമോ ഇല്ലാത്ത പരബ്രഹ്മമായിരിക്കുന്നവനും ചിന്തകളും വികാരങ്ങളുമില്ലാത്ത പരമാത്മാവും 1000കണക്കിന് രശ്മികളുള്ളവനും കൂർമ്മമായും വരാഹമായും ആദിശേഷനായും അഷ്ടദിഗ്ഗജങ്ങളായും പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവനും സജാതീയനും വിജാതീയവുമായ അടയാളങ്ങൾ ജീവജാലങ്ങളിൽ സൃഷ്ടിക്കുന്നവനും വിഷ്ണു തന്നെ. ഒരിക്കൽ കൂടി വായിച്ചിട്ട് ഒന്നുകൂടെ പറയാം. ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാത കൃതലക്ഷണ. ധർമ്മത്തെ സ്ഥാപിച്ച് സംരക്ഷിക്കുന്നവനും ധർമ്മമാർഗം അനുഷ്ഠിക്കുന്നവനും ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായവനും കാലദേശാദികൾക്ക് അതീതമായ സത്തായിരിക്കുന്നവനും നിത്യമെന്നു തോന്നിക്കുന്ന മായാപ്രപഞ്ചമായിരിക്കുന്നവനും നശിക്കുന്ന ബ്രഹ്മാദികളായിരിക്കുന്നവനും നാശമോ മാറ്റമോ ഇല്ലാത്ത പരബ്രഹ്മമായിരിക്കുന്നവനും ചിന്തകളും വികാരങ്ങളുമില്ലാത്ത പരമാത്മാവും 1000കണക്കിന് രശ്മികളുള്ളവനും കൂർമ്മമായും വരാഹമായും ആദിശേഷനായും അഷ്ടദിഗ്ഗജങ്ങളായും പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവനും സജാതീയവും വിജാതീയവുമായ അടയാളങ്ങൾ ജീവജാലങ്ങളിൽ സൃഷ്ടിക്കുന്നവനും വിഷ്ണു തന്നെ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയും സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.
ഹരി ഓം. ഓം തത്സത്.